ജന്മദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചക സ്നേഹം, അത് പ്രവാചകനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, നിർബന്ധമാണ്. നമ്മളെല്ലാവരും പ്രവാചകനെ സ്നേഹിക്കണം. ഇനി പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അള്ളാഹുവിന്റെ റസൂലിനെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല. അപ്പൊ നമ്മൾ വിശ്വാസിയാകണമെങ്കിൽ നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും നമ്മുടെ സുഹൃത്തുക്കളെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലാകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നാൽ, എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ സ്നേഹിച്ചതുപോലെയാണ്. അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പിൻപറ്റിക്കൊണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ റബീഉൽ അവ്വൽ 12-ന് ഒരു ജന്മദിനാഘോഷം നടത്തിയിട്ടല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ജന്മദിനാഘോഷം നടത്തി പ്രവാചകനെ സ്നേഹിക്കൽ ഇസ്ലാമികമാണെങ്കിൽ അത് കാണിച്ചു തരേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാരാണ്. സ്വഹാബിമാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷത്ത് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി മരിച്ചിട്ട് 48 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. 47 റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വലിലും ജന്മദിനാഘോഷം എന്ന പേരിൽ, ഒന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. എന്നെന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ഇതാഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത്, തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ തെക്കൻ കേരളത്തിലുള്ള അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. ഈ ആചാരമെന്ന് വളരെ കൃത്യമായി ആഘോഷിക്കുന്ന ആളുകൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നെ സ്വഹാബിമാരിലേക്ക്, അവിടെ നോക്കുമ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു എന്താണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദസു ബഅദൽ ഇക്മാൽ, ദീന് പൂർണ്ണമായതിനു ശേഷം ദീനിലേക്ക് കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, കാണിച്ചു തരാത്ത, പ്രവർത്തിച്ച് കാണിച്ചു തരാത്ത, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് ദീന് പൂർത്തിയാക്കിയിട്ടാണ് പോയത്. ആ ദീനിൽ ജന്മദിനാഘോഷമില്ല. എന്നാൽ ചില ആളുകൾ പിന്നീട് കടത്തിക്കൂട്ടി. അപ്പൊ അതിന് പറയുന്ന പേര് ബിദ്അത്താണ്. ബിദ്അത്തിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴിപഴച്ചതാണ്, എല്ലാ വഴിപഴച്ചതും നരകത്തിലാണ്.